നമസ്കാരം. ഉണ്ണി മുകുന്ദൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകുന്നു. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാൾ ദിനമായിരുന്നു. ആ പിറന്നാൾ ദിനത്തിലാണ് ഈ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ പുറത്തു വന്നത്. ഉണ്ണി തന്നെ അത് തന്റെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. മാ വന്ദേ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഉണ്ണി മുകുന്ദൻ നരേന്ദ്രമോദിയായി എത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നരേന്ദ്രമോദിയുടെ ഒരു വാചകം, തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് പോസ്റ്ററിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിന്റെ ബാക്കിയുള്ള ടെക്നീഷ്യൻസിന്റെയും പേരുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ആ പോസ്റ്റർ റിലീസ് ചെയ്തത്. എന്തായാലും ക്രാന്തികുമാർ CH ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പല താരങ്ങളും ഇതിലുണ്ട്. സാബു സിറിൽ, ശ്രീകാന്ത് പ്രസാദ്, സെന്തിൽ കുമാർ, അങ്ങനെ ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സിനിമയെ തന്നെ ഏവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കലി ആളുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അണിയർ പ്രവർത്തകരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഇതൊരു തെലുങ്ക് സിനിമ, അല്ലെങ്കിൽ ഇതൊരു തെലുങ്ക് ചിത്രമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തെലുങ്കിലായിരിക്കും ഈ സിനിമ ഷൂട്ട് ചെയ്യപ്പെടുക. മാത്രമല്ല, എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസിലും ഈ സിനിമ ഡബ്ബ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വാചകം. ഇംഗ്ലീഷിലും ഈ സിനിമ ഡബ്ബ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഒരു 2-3 കാര്യങ്ങളാണ് ഈ സിനിമയെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. ഒന്ന്, ഉണ്ണി മുകുന്ദൻ്റെ വളർച്ച. ഉണ്ണി മുകുന്ദനെ നമുക്കറിയാം, നമ്മൾ 2010-12 മുതൽ തന്നെ ഉണ്ണി മുകുന്ദനെ കാണുന്നതാണ്. ചെറിയ റോളുകളിലൂടെ വന്ന് പിന്നെ മല്ലു സിംഗിലൂടെ മലയാളി പ്രേക്ഷകരുടെ സ്ഥിരം സാന്നിധ്യമായി. അതിനുശേഷം ഉണ്ണി ഇങ്ങനെ ചെറുതും വലുതുമായ പല സിനിമകളും ചെയ്ത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഗ്രാഫാണ് ഉണ്ണിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് ഉണ്ണി മുകുന്ദൻ മാറുമെന്ന് പ്രതീക്ഷ എടുത്തതാണ് പല കുടുംബ സിനിമകളും ഉണ്ണി ചെയ്ത് മറ്റൊരു ട്രാക്കിലേക്ക് പോയത്. വീണ്ടും ഒരു ആക്ഷൻ റോളിലേക്ക് വന്ന ഒരു സിനിമ, ഇന്ത്യ ഒട്ടാകെ തരംഗമായി മാറിയ, എല്ലാവരുടെയും ഹാർട്ട് ത്രോബായി മാറിയ ഒരു സിനിമയാണ് മാർക്കോ. പാൻ ഇന്ത്യൻ തലത്തിലേക്ക് റീച്ച് നേടിയതോടുകൂടി തന്നെ ഉണ്ണി മുകുന്ദൻ എന്ന സ്റ്റാറും വളർന്നു. ഇന്ത്യ ഒട്ടാകെ തന്നെ അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ മാസ് ഹീറോ ആയിട്ട് ഉണ്ണി മുകുന്ദൻ മാറിയത് ഈ സമയം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വളർന്ന ഉണ്ണി മുകുന്ദൻ സ്വാഭാവികമായിട്ടും മറ്റ് സിനിമാ ഇൻഡസ്ട്രികളിലേക്കും പറക്കും. ആ പറന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാ വന്ദേ എന്ന സിനിമയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ആക്ഷൻ പരിവേഷം കിട്ടിയ ഈ ഒരു നടന് ഇപ്പോൾ തെലുങ്കിൽ പോയി, ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ആക്ഷൻ ചെയ്യുന്നത് കിങ് സോളനാണ് മാ വന്ദേ എന്ന സിനിമയിൽ. അപ്പോൾ ഇതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഉണ്ണി എന്ന സ്റ്റാർ വലിയ രീതിയിൽ വളർന്നു എന്നതിൻ്റെ പ്രൈം എക്സാമ്പിളാണ് മാ വന്ദേ. ഇപ്പം 2 കാര്യങ്ങൾ ഇതിൽ പറയാം. ഒന്ന്, നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് ഉണ്ണി മുകുന്ദൻ കൈകാര്യം ചെയ്തതോടെ, വേഷം എടുക്കുന്നതോടുകൂടി തന്നെ ഇന്ത്യയിലൊട്ടാകെ തന്നെ എങ്ങനെയാണ് ഒരു ആക്ഷൻ പരിവേഷം ഉണ്ടായിരുന്ന ഉണ്ണി മുകുന്ദനെ മറ്റൊരു തലത്തിലേക്കും കൂടി ആളുകൾ കാണും. അപ്പോൾ മോദിയുടെ ആർഡൻ ഫോളോവേഴ്സ് ആയിരുന്ന പല ആരാധകരും കൂടി ഉണ്ണി മുകുന്ദൻ്റെ സ്റ്റാർ വാല്യൂവിനെ കൂടി നോക്കിക്കൊണ്ട് ഉണ്ണി മുകുന്ദൻ്റെ ഫോളോവേഴ്സായിട്ട് മാറാനുള്ള സാധ്യത വളരെയധികം വലുതാണ്. 2, മറ്റു തരത്തിലുള്ള ഒരു ആംഗിൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി മുകുന്ദന് നാഷണൽ അവാർഡ് വേണം. അങ്ങനെ ഒരു ദേശീയ അവാർഡിന് വേണ്ടിയിട്ടുള്ള ഉണ്ണി മുകുന്ദൻ്റെ ശ്രമമാണോ ഇത് എന്നുള്ള രീതിയിലേക്കും മറ്റൊരു വിഭാഗം പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഇതിൽ അഭിമാനമാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ നിന്നൊരു നായകൻ, ഒരു യുവനായകൻ, നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രി, ലോകമൊട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയെ സിനിമയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഉണ്ണി മുകുന്ദൻ തെലുങ്കിൽ പോയിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിലും ചെയ്തത് ഒരു മലയാളിയല്ലേ, ചെയ്യുന്നത് നമ്മുടെ ഉണ്ണി മുകുന്ദനല്ലേ. അപ്പോൾ ആ ഒരു ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു ഫെയിം, ആ ഒരു വ്യക്തിയെ വേറൊരു തലത്തിലേക്ക് ഈ സിനിമ മാറ്റുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഉണ്ണി മുകുന്ദൻ്റെ ഗ്രാഫിന് പോകാൻ പോകുന്ന ഒരു ദിശ, ആ ഒരു വഴി എന്നത് വളരെ സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളത്തിലെ പ്രധാനപ്പെട്ട താരങ്ങൾ പല ഇൻഡസ്ട്രികളും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ഉണ്ണി മുകുന്ദൻ തെലുങ്കിൽ പോയി അവിടുത്തെ ഇൻഡസ്ട്രിയെ കീഴടക്കാൻ കഴിയുന്ന രീതിയിലൊരു പ്രോജക്റ്റായിട്ട് മാ വന്ദേ മാറട്ടെ എന്നുള്ളത് മറ്റൊരു കാര്യവുമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുതൽ ഇന്ത്യ ഒട്ടാകെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് എന്നാണെന്നോ ഇതിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും നിലവിൽ വന്നിട്ടില്ല. പക്ഷേ ഉണ്ണിയുടെ ഒരു സ്റ്റാർ മെറ്റീരിയലിനെ മറ്റൊരു തലത്തിൽ യൂസ് ചെയ്യാൻ പോകുന്നൊരു സിനിമയായിട്ട് ഇത് മാറുമ്പോൾ പൊളിറ്റിക്കലി ഇതെങ്ങനെയായിരിക്കാം ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുക? നരേന്ദ്രമോദിയുടെ ജീവിതമാണോ സംസാരിക്കുന്നത്? നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയക്കാരനാണോ സംസാരിക്കുന്നത്? നരേന്ദ്രമോദിയും അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ടിംഗ് ആണോ ഈ സിനിമ സംസാരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണോ ഈ സിനിമ സംസാരിക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ വന്ന പോസ്റ്ററുകളോടുകൂടെ. അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദൻ ഇത് പോർട്രേ ചെയ്യുന്നതോടുകൂടി എങ്ങനെയായിരിക്കാം ഈ കഥാപാത്രത്തെ മാറ്റുക, രീതിയിലൊക്കെ ഈ ഇന്ത്യ ഒട്ടാകെ തന്നെ ഈ സിനിമ സംസാരിക്കപ്പെടും എന്നുള്ള വലിയ ബേർഡനും വലിയ പ്രതീക്ഷയും ഈ സിനിമയുടെ അണിയർ പ്രവർത്തകർക്ക് ഒട്ടാകെ തന്നെയുണ്ട്. അത് എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും അഭിമാനിക്കാം, ഉണ്ണി മുകുന്ദൻ നരേന്ദ്രമോദിയായി എത്തുമ്പോൾ.